സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ട്രാവൽ ബിഹൈൻഡ് ദ സ്റ്റോറിയുടെ പാലക്കാട് യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നാം ആദ്യമായി കാണാൻ പോകുന്നത് വരിക്കാശ്ശേരി മനയാണ്. വരിക്കാശ്ശേരി മനയാണ് മലയാള സിനിമയിലെ ഒരുപാട് ചിത്രങ്ങൾ ചിത്രീകരിച്ച പഴയ ഒരു മന. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. വരിക്കാശ്ശേരി മനയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് വരിക്കാശ്ശേരി മനയോട് ചേർന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. പുറത്തുനിന്ന് വരുന്ന സന്ദർശകർക്ക് ക്ഷേത്രത്തിലോട്ട് പ്രവേശനമില്ല. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം മനിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന ഏകദേശം 150-ലപ്പുറം സിനിമകൾക്ക് ലൊക്കേഷനായി നിലകൊണ്ടിട്ടുള്ള മലയാള സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പ്രാഥമിക സ്ഥാനം അലങ്കരിക്കുന്നു. മലയാള സിനിമകൾക്ക് പുറമെ അന്യഭാഷാ ചിത്രങ്ങളും ചിത്രീകരണം നടത്തപ്പെട്ടിട്ടുള്ള മന നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത്. 300 വർഷം പഴക്കമുള്ള 6 ഏക്കറോളം സ്ഥലം അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള 4 കെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര, മാളിക തുടങ്ങിയവയെല്ലാം ഒരിടവും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഈ കാണുന്നതാണ് വരിക്കാശ്ശേരി മനയിൽ പാചകാവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന വിറകുപുര. ഇതിനോട് ചേർന്ന് തന്നെ പഴയ ഒരു ആട്ടുകല്ലും അതിൻ്റെ അടുത്ത് ഒരു പഴയ കിണറും നമുക്ക് കാണാം. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. സിനിമാ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഏകദേശം 150-ലധികം ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷനായിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട്. വരിക്കാശ്ശേരി മന തരുന്ന ഓർമ്മകൾ വളരെ മനോഹരമാണ്. പഴയ സിനിമകൾ, നമ്മുടെ കുട്ടിക്കാലം, ഈ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിന് നൽകുന്നത് ഒരു കുളിർ മഴയാണ്.
നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നൊരിടം, അതാണ് പാലക്കാട്. അങ്ങനെ വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ മനയുടെ പുറത്ത് അതിമനോഹരമായൊരു നെൽവയൽ കാണാനായി. അങ്ങനെ വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് പോകുന്നത് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനാണ്. രുചിയുടെ ഭൂപടത്തിൽ പാലക്കാടിനെ വേറിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടമാണ് രാമശ്ശേരി. ഭക്ഷണപ്രിയർക്ക് മുന്നിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരൈറ്റം, ഇഡ്ഡലികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രാമശ്ശേരി ഇഡ്ഡലിയുടെ നാട്. രുചിയിലും കൂട്ടിലും മാത്രമല്ല, രൂപത്തിൽ തന്നെ വ്യത്യസ്തമാണ് രാമശ്ശേരി ഇഡ്ഡലി. കൈപ്പുണ്യം കൊണ്ട് മാത്രം ഭക്ഷണപ്രേമികളെ കൊതിപ്പിക്കുന്ന രാമശ്ശേരി ഇഡ്ഡലിയുടെയും രാമശ്ശേരിയുടെയും വിശേഷങ്ങൾ നമുക്ക് കാണാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് സാക്ഷാൽ രാമശ്ശേരി ഇഡ്ഡലി ഉത്ഭവിക്കുന്നത്. സ്ഥിരം കണ്ടുവരുന്ന ഇഡ്ഡലിയുടെ രൂപത്തിൽ നിന്നും നല്ല മാറ്റമുണ്ട് രാമശ്ശേരി ഇഡ്ഡലിക്ക്. തട്ടുദോശയുടെ പോലെ കട്ടി കൂടിയ രൂപമാണ് ഈ ഇഡ്ഡലിക്ക്. എന്നാൽ ഒരു കഷ്ണം വായിലേക്ക് എടുത്തു വെച്ചാൽ രൂപത്തിലെ മാറ്റമെല്ലാം മാറും. വായിലൂടെ മെല്ലെ ഇറങ്ങിപ്പോകുന്ന ഇതിൻ്റെ രുചി ശരിക്കും മറ്റൊന്നാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും തേടിപ്പോകും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെയാണ് നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ച കൃഷ്ണ കോഫി വർക്ക്സ്, ശ്രീ സരസ്വതി ടീ സ്റ്റാൾ, രാമശ്ശേരി ഇഡ്ഡലി കട എന്നാണ് ഇവിടുത്തെ പേര്. എല്ലാ ദിവസവും രാവിലെ ഇഡ്ഡലി കിട്ടുന്ന സ്ഥലം. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം ഏതാണെന്ന് അറിയുന്നേ, നമുക്ക് വഴിയെ തന്നെ കാണാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും